ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അഗെയിൻ. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയിലേക്കൊന്ന് കണ്ണോടിച്ച് നോക്കിയാലോ. ഇത് ഞങ്ങളെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. നല്ല പച്ചപ്പും കാടും മേടും മലയും അതുപോലെ തന്നെ മഴ, കടൽ, നല്ല പൂക്കൾ, പൂന്തോട്ടം, ഇതൊക്കെ എപ്പോഴും എത്ര കണ്ടാലും നമുക്ക് മതി വരില്ലല്ലേ. അതിലേക്ക് നോക്കി നിന്നാൽ നമുക്ക് നല്ലൊരു സമാധാനം, ഒരു സംതൃപ്തിയും ഒക്കെ കിട്ടില്ലേ. നല്ല ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഈ പ്രകൃതിയിലേക്ക് നോക്കിയിരുന്നാൽ മതി. നമുക്ക് നല്ലൊരു കുളിരും സന്തോഷവും സമാധാനമൊക്കെ കിട്ടൂലേ. അപ്പം ഇന്ന് നമുക്ക് അങ്ങനത്തെ ഒരു പ്രകൃതിയിലേക്ക് പോയി നോക്കാം. ഇപ്പം ഇത് ഞങ്ങളെ മുകൾ ഭാഗത്തു നിന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. എൻ്റെ ഇൻട്രോയിലും അതേപോലെ ഷോർട്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനിയിപ്പം ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു പച്ചക്കറി തോട്ടത്തിലേക്കാണ് കേട്ടോ. പച്ചക്കറി ഒരുപാട് ഇഷ്ടപ്പെടുന്ന എൻ്റെ അമ്മ ഉണ്ടാക്കിയ പച്ചക്കറിയാണ് കേട്ടോ ഇത് എൻ്റെ വീട്ടിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. ഇത് അമ്മ ഉണ്ടാക്കിയ പയറാണ് കേട്ടോ. ഒരുപാട് പയറുണ്ടായിരുന്നു ഇതിന്മേ. പയറിൻ്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞതാണ്. എനിക്ക് ഒരുപാട് കൊണ്ടുവന്ന് തന്നതും ചെയ്തിരുന്നു കേട്ടോ. അതേപോലെ പയറിൻ്റെ ഇല തോരൻ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻ്റ് അറിയിക്കുക. ഞാൻ നിങ്ങൾക്ക് പയറിൻ്റെ ഇല തോരൻ വെച്ച് കാണിച്ചു തരാം. അതേപോലെ ഇത് വെണ്ടയാണ് കേട്ടോ, വെണ്ടക്ക. ഇതും ഒരുപാട് വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ഞാൻ ഈ സമയത്താണ് അവിടേക്ക് എത്തിയത്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പം ഇങ്ങനെയുള്ള ഒക്കെ കാണിച്ചു തരുന്നത്. എന്നാലും അതിന് ഏകദേശം കുറച്ചൊക്കെ വെണ്ടയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും പൂവൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടില്ലേ. നല്ല പൂവ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. എന്നാലും ഒരു കറിക്കുള്ള വെണ്ടയ്ക്കൊക്കെ എപ്പോൾ പോയാലും മുറ്റത്ത് ഞങ്ങൾ അടുക്കളത്തോട്ടത്തിൽ സ്റ്റോക്കായിരിക്കും കേട്ടോ. നമ്മൾ നട്ട ചെടിയിൽ നിന്നും ഒരു പൂവോ കായോ ഒക്കെ വരുമ്പോൾ അത് കാണുന്നത് എന്ത് ഭംഗിയും സന്തോഷമാണല്ലേ നമുക്ക്. അതേപോലെ ഉമ്മാക്ക് എന്ത് സാധനം കുഴിച്ചിട്ടുണ്ടാക്കാൻ ഒരു മടിയില്ലാത്ത ആളാണ്. അത് തിന്നണേക്കാട്ടും ഇഷ്ടമാണത് പറിച്ചെടുത്ത് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ ഇത് മത്തനാണ്. മത്തൻ്റെ പൂവ് ഒക്കെ ഇഷ്ടം പോലെ ഇപ്പോഴും ഉണ്ട്. അതേപോലെ ഒരുപാട് ചെറിയ ചെറിയ മത്തൻ്റെ കുഞ്ഞി കുഞ്ഞി മത്തനുകളും ഇതിമുണ്ട് കേട്ടോ. ഞാൻ വന്നപ്പോൾ ഒരുപാട് പറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടുള്ളൊരു കാഴ്ചയാണിത്. എന്നാലും ഇതിൻ്റെ ഇലയൊക്കെ എടുത്തിട്ട് താളിപ്പൊക്കെ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതേപോലെ ഇവിടെ കുറേ കരിവേപ്പിലയും വെള്ളക്കാന്താരി എന്ന് പറയും. കാന്താരി പല വർഗ്ഗം ഉണ്ടല്ലോ. അതേപോലെ വെള്ള കാന്താരിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അങ്ങനെ മുളകിൻ്റെ ഐറ്റംസും കുറേ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതിമൊന്നും ഒരുപാട് പറിച്ചെടുത്ത സമയത്തായിരുന്നു ഞാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഉണ്ട് കുറേ വെണ്ടക്ക കേട്ടോ. ഇതാ കണ്ടോ, കാണില്ലേ നിങ്ങൾ? വെണ്ടക്കൻ്റെ പൂവും കായൊക്കെ ആയ്മ എപ്പോഴും ഉണ്ട് കേട്ടോ. അതേപോലെ ഇത് പാവക്കയാണ്, കയ്പങ്ങാറയും. ഇതിന്മേൽ നിറച്ച് കായും പൂവൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോ, ഇത് അതിൻ്റെ പ്രാണികൾ വന്നിട്ട് അത് കുത്തി നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കവറിട്ട് കൊടുത്തേക്കാണ്. കണ്ടോ, പാവക്ക ഉണ്ടായിട്ട് കണ്ടോ. അവിടെ ഇവിടെയൊക്കെ നിറച്ചുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രമാത്രം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അതേപോലെ ഇനി ഇതിന്മേൽ കുമ്പളങ്ങൻ്റെ വള്ളിയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതും എന്തോ ജന്തുക്കൾ കുത്തിയിട്ട് ആ കുമ്പളങ്ങനെ നശിപ്പിച്ചിട്ടുണ്ട്. എന്നാലും അത് കറി വെക്കാനൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഇതാ നല്ലൊരു കുമ്പളങ്ങ ഉണ്ട്. ഇനി വേറെ ഉണ്ടോന്നും കൂടെ കണ്ടോ, വലിയ കുമ്പളങ്ങ. ഇതുപോലെ ഒരുപാട് കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഉമ്മ കടയ്ക്ക് കൊണ്ടുപോയി കൊടുക്കും, കുറേ ആൾക്കാർക്ക് കൊടുക്കും, കുറേ ഞങ്ങൾക്ക് തരും. അതേപോലെ ഇനി ഇത് കണ്ടോ, ഇത് ചേമ്പാണ്, വലിയ പാൽച്ചേമ്പ് പറയും. ഇത് പുഴുങ്ങാനും അതേപോലെ കറി വെക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അതേപോലെ ചേനുണ്ട്. ചേമ്പൊക്കെ ഒരുപാട് നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്.
ഇനി ഞങ്ങൾക്ക് നല്ലൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട്സ്. ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? താറാൻകുട്ടികളെ. ഇത് കോഴിക്കട വെച്ച് ഉണ്ടായിട്ടുള്ള താറാൻകുട്ടികളാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഐറ്റങ്ങളെ കാണാൻ. ചെറിയ കുട്ടികളെ ഏത് മൃഗത്തിൻ്റെയും ചെറിയ കുഞ്ഞുങ്ങളെ കാണാൻ നല്ല ഭംഗിയല്ലേ ഉണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.